ഇപ്പോൾ SAT സൂപ്രണ്ട് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ 1-ാം തീയതി ആണ് നമുക്ക് SATയിൽ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് 8/4 പട്ടികടി ഏറ്റിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമ്യൂണോഗ്ലോബുലിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നന്നായി മുറിവും സോപ്പിട്ട് കഴുകുകയും വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് വീട്ടിൽ വെച്ചും ചെയ്തു, ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SATയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡിയാട്രിക് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു. എന്നിരുന്നാലും ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള ചികിത്സയും കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ ചോദിക്കാം. കുഞ്ഞിന് ശരിക്കും എന്തായിരുന്നു കുഞ്ഞിന്റെ അവസ്ഥ? സാധാരണഗതിയിൽ കുഞ്ഞ് വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട്, 3 വട്ടം വാക്സിൻ എടുത്തു. 4ാമത്തെ വാക്സിന് കാത്തിരിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. എന്താണ് ഡോക്ടർമാരുടെ ഇതുവരെയുള്ള ഒരു നിഗമനം? പേവിഷബാധ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് സാധ്യതകൾ. അതായത് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ, കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു. അപ്പോൾ 8/4 കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിന്റെ കൈമടക്കിൽ ഉൾഭാഗം, മുട്ടിന്റെ ഉൾഭാഗം. അപ്പോൾ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടിയാണ്, നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്രയും ശക്തമായ ഊണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നെർവിന് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വൈറസുകൾ നമ്മുടെ ആന്റിബോഡി, വാക്സിൻ ആന്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതാകാനാണ് ഈ ഒരു കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യത കൂടുതൽ. ഇതിപ്പോ തുടർച്ചയായിട്ട് 3 മരണങ്ങൾ സമാനമായ രീതിയിൽ സംഭവിച്ചു. അപ്പോൾ ആരോഗ്യ രംഗത്തുള്ള ഡോക്ടറടക്കം പറയുന്ന കാര്യമുണ്ട്, വാക്സിന്റെ ഫലപ്രാപ്തി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ഇതിൽ കാണുന്നില്ല. കാര്യം ഒന്ന് ആദ്യമേ പറയട്ടെ, ഈ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ക്യൂബിറ്റൽ ഫോസയില് കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ നെർവ്സ് ഉണ്ട്. അപ്പൊ ഈ നെർവ്സിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിലെത്തും. എന്ന് വെച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിന്റെ വിശദാംശങ്ങൾ പറയും. 1 ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷേ തലച്ചോറിൽ എത്തിക്കാണും. അതാണ് നമ്മൾ ഇതിന് ക്വാറന്റൈൻ്റെ ആവശ്യമില്ല. ക്വാറന്റൈൻ്റെ ആവശ്യമില്ല. ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യാറുമില്ല. അതായത് ഈ പ്രതിരോധ വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആഴത്തിലുള്ള കടിയായതുകൊണ്ട് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണോ, അതോ തലച്ചോറിനെ ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് പ്രതിരോധ വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലാതായി വന്നതാണോ? റേബീസ് ഒരു നെർവ് വഴി ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തുന്ന ഒരു വൈറസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളിൽ സാധാരണ ഇതിൽ ഫേസില് നല്ല കടി, അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയില്, കയ്യില്, ഈ ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെർവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നെർവിൽ കടി കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ നെർവിൽ കടി കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ 50 to 100 millimeters വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത്. അപ്പൊ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയമെടുക്കും. അതിന് മുന്നേ ഒരു നെർവിൽ കടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റെയർ സിറ്റുവേഷൻ ആണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും. പ്രത്യേകിച്ച് കൈയിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും. അപ്പൊ ഇതിനുവേണ്ടിയാണ് നമ്മൾ ഇമ്യൂണോഗ്ലോബുലിനും കൂടെ ഇതിന്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത്. എന്നാൽ പോലും ഡയറക്റ്റ് ആയിട്ട്, ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള ഒരു മുറിവായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ നല്ല ഈ ഞരമ്പിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ടാണ് ആ പല്ല് നെർവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആന്റിബോഡീസിന് അതിനെ
തടയാൻ കഴിയത്തില്ല. മൾട്ടിപ്പിൾ ബൈറ്റ്സ് ഉണ്ടായാലും വാക്സിൻ എഫക്റ്റീവ് ആവുന്നില്ല. വാക്സിന്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല, മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ നെർവിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കാരണം കാലിക്കറ്റിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നു, നെക്കിലും ഒക്കെ നല്ല ബൈറ്റ്സ് ആണ്. ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് അപൂർവമായിട്ട് ഈ വാക്സിന്റെ ഫെയിലുവർ എന്ന് നമ്മൾ പറയുന്നത് അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റ് അല്ല. വാക്സിന്റെ ആന്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഇതില് വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ 4 ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ആ ആന്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അവിടെയാണ് ഈ 2 കേസിലും നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ കൊടുക്കുമല്ലോ സാധാരണഗതിയിൽ മുറിവിന് ലോക്കൽ പെട്ടെന്ന് ഭരിക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് അതിന്റെ ഒരു ഫലപ്രാപ്തി, ലൈക് ആന്റിബോഡി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഫലപ്രാപ്തിയിലേക്ക് എത്തുക? ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറസിനെ ലോക്കലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ വാക്സിന് ടൈം എടുക്കുള്ളൂ ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനൊരു കാലപരിധി എന്നുള്ളതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമ്മ്യൂണോഗ്ലോബിൻ യൂസ് ചെയ്യുന്നത്. അവിടെയും ഈ കടി നല്ല ആഴത്തിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം നെർവിൽ കയറി കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിൻ ഈ ഏരിയയിലുള്ള സ്കിന്നിന്റെ അടിയിലാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. നെർവിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരും. അപ്പൊ ആ നെർവിൽ കയറാൻ സാധ്യതയുള്ള ബൈറ്റ്സ് ഈ ഏരിയസിലാണ് വരുന്നത്. പിന്നെ ഒത്തിരി ബൈറ്റ് വരുമ്പോൾ അറിയാലോ, നമ്മള് കുട്ടികളുടെ കാര്യം അറിയാലോ, ഒത്തിരി ബൈറ്റ് വരുമ്പോഴേക്കും കാലിക്കറ്റിലെ കുട്ടികൾ ഒത്തിരി ബൈറ്റ് ഉണ്ട്. അപ്പം എത്രത്തോളം ഇൻഫിൽട്രേറ്റ് ചെയ്യേണ്ടി വരും, അത്രത്തോളം ഒക്കെ ശ്രമിച്ചിട്ടും ഇത്തരം ഫെയിലുവേഴ്സ് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട്. വാക്സിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് സംശയമില്ല. പക്ഷെ ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ വാക്സിൻ നമ്മൾ സൂക്ഷിക്കുന്നതിലും കുത്തിവയ്പ്പിലും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ നമുക്ക് സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇതില് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ ഒരു ഡോക്ടർ ഒരു 200ഓളം കേസുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആന്റിബോഡി ഈ എല്ലാം വാക്സിൻ എടുത്തതിലും ആന്റിബോഡി നന്നായിട്ട് തന്നെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക വേണ്ട. അത് പ്രോപ്പറായിട്ട് തന്നെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ഈ വാക്സിൻസിന്റെ എഫക്റ്റീവ്നെസ്സും നമുക്കുണ്ട്. ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഈ വാക്സിൻ വളരെ എഫക്റ്റീവ് ആണ്. ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ അവർ നല്ല രീതിയിൽ ആന്റിബോഡി ജനറേറ്റ് ആവുന്നുമുണ്ട്. 3 സംശയമാണുള്ളത്. ഒന്ന്, ഈ 2 കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ മരിക്കുന്നതിൽ 15 വയസ്സിന് താഴെയുള്ളതാണ് 40% പേരും മരിക്കുന്നത്. അപ്പൊ അതിന് കഴുത്തിലും തലയിലും മുഖത്തും ഒക്കെ മാരകമായി കടി കിട്ടിയ ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 പേരെയും മരിച്ചിട്ടുണ്ട്. അത് ഒരു നേട്ടമാണ്. വാക്സിൻ കുഴപ്പമില്ലാന്ന് സുനീല ഗാർഗ് കേരളത്തിൽ വന്നപ്പോഴും നമ്മുടെ കേരള സർക്കാർ DME നേതൃത്വം നടത്തിയ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട് വാക്സിൻ കുഴപ്പമില്ല. കസൂരിയിൽ നടത്തിയ പരിശോധന വാക്സിന് കുഴപ്പം. പിന്നെയുള്ള 2 സാധ്യത വാക്സിൻ സൂക്ഷിക്കുന്നതിനും വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തതിനായിരിക്കാം. ഇൻട്രാഡെർമലാണെങ്കിലും ഈ 2 കാര്യവും പരിശോധിക്കേണ്ട കാര്യമില്ല. അതിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സമിതി പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വൂണ്ട് വാഷ് ചെയ്യുന്ന കാര്യത്തിലും അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലും എഡ്യൂക്കേഷൻ വേണമെന്നും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഈ 2 കാര്യത്തിൽ എന്താണ് ഇത് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് പ്രകാരമാണല്ലോ നമ്മുടെ ഈ ട്രീറ്റ്മെന്റും എല്ലാം പോകുന്നത്. അപ്പൊ അതിൽ ആ ഒരു കാര്യത്തിൽ ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബിക്കോസ് എല്ലാവരും ട്രെയിൻഡ് ആണ്. ഈ വാക്സിൻ എടുക്കാൻ എല്ലാവരും ട്രെയിൻഡ് തന്നെയാണ്. കൊടുക്കുന്നവരെല്ലാവരും ട്രെയിൻഡ് തന്നെയാണ്. പക്ഷെ ഇതേപോലെ തന്നെ ഈ നാടികളിൽ കടിയേറ്റ പലരും രക്ഷപ്പെടുന്നുണ്ടല്ലോ. അത് ആക്ച്വലി വളരെ ഡീപ്പ് ഉണ്ടായിട്ടുള്ളവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നെർവിന്റെ ഡെൻസിറ്റി എവിടെ അതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കാലിൽ ഒരു വലിയൊരു കടി കിട്ടിയാലും ഇത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒത്തിരി പേര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. കാരണം 2022 ഇതേ സാഹചര്യമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിന് പിന്നെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ വെച്ചു. അതിന് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു, നിംഹാൻസിന്റെ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രകാരമാണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് സ്ട്രെങ്തൻ ചെയ്ത് ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ സ്റ്റഡി ചെയ്താണ് ഡോക്ടർ ചിന്തയുടെ നേതൃത്വത്തിൽ ചെയ്തത്. അപ്പൊ ഇന്നലെ ചിന്തയുടെ ഇതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം അതെല്ലാം തന്നെ നമ്മുടെ പെരിഫറി എന്നൊക്കെ കൊടുത്തിട്ട് വന്ന ആൾക്കാർ, ഇൻട്രാഡെർമൽ വാക്സിൻ കൊടുത്ത ആൾക്കാരുടെ ആന്റിബോഡി എടുത്ത് പരിശോധിച്ച് തന്നെയാണ്. അതിൽ ആർക്ക് പോലും ആന്റിബോഡി ഇല്ലാതെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ആ ചോദ്യം ഇപ്പൊ നമ്മുടെ ഈ വാക്സിന്റെ എഫക്റ്റീവ്നെസ് മാത്രമല്ല സ്റ്റോറേജും എല്ലാം അഡ്രസ് ചെയ്യുന്ന സ്റ്റഡിയാണത്.
അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ വാക്സിൻ സ്റ്റോറേജും അഡ്മിനിസ്ട്രേഷനും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ആന്റിബോഡി Antibody ജനറേറ്റ് ചെയ്യൂ. അതുകൊണ്ട് അതിലൊരു നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൊത്തം കുഴപ്പമെന്നല്ല പറയുന്നത്. എവിടെയൊക്കെ ലാപ്സസ് ഉണ്ടാവാതെ ഈ വാക്സിൻ ഗുണമേന്മയുണ്ട്, കടിയേറ്റവർ നിർണായക സ്ഥലത്ത് കടിയേറ്റവർ രക്ഷപ്പെടുന്നുണ്ട്, എന്നിട്ട് മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ലാപ്സസ് ഉണ്ടായിക്കൂടെ? ഇപ്പോ ഒരു 200 പേരെ വെച്ച് പഠിച്ചിട്ട് കേരളത്തിലെ മൊത്തം സാഹചര്യവും ആശുപത്രികൾ തന്നെ 1200 ഉണ്ട്. അതിൽ നിന്നാണ് 200 പേരെ പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ അഭിപ്രായം പറയുന്നത്. അതെ. അപ്പൊ അത് നമ്മളെ ഒരു 3 ലക്ഷത്തിൽ കൂടുതൽ ബൈറ്റ്സ് ഒരു വർഷം ഉണ്ടാവുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഫെയിലൂർ ഉണ്ടാകത്തില്ല എന്നല്ലേ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേഷനകത്ത് കുഴപ്പം ഉണ്ടാവുന്നതുകൊണ്ട് അല്ലാതെ വേറെ സാഹചര്യം നിങ്ങൾ പറഞ്ഞത് സേറ്റിയിലെ കുട്ടിയുടെ മരണത്തിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണമാണ്. കുട്ടിക്ക് ഏറ്റ മാരകമായ മുറിവാണ്. ഒപ്പം തന്നെ കുട്ടിയുടെ നെർവ് സിസ്റ്റത്തിലേക്ക് നേരിട്ട് വൈറസ് ബാധ ഉണ്ടായതാവാം ഒരുപക്ഷെ മരണകാരണവും പേവിഷബാധ ഉണ്ടായതിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ വാക്സിനുകൾ സൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത് അതിന് കൃത്യമായ താപനിലയിലാണോ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങളും ആരോഗ്യവകുപ്പിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇടവേളയാണ് മടങ്ങി.